അങ്ങനെ നമ്മളുടെ മമ്മൂക്കൻ്റെ നല്ല അട്ടിപ്പട്ടം ടെർബോ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്ത് നമ്മുടെ മിഥുൻ മാൻഡൽ തോമസ് എഴുതി ക്രിസ്റ്റോ സേവിയർ മ്യൂസിക് ചെയ്ത ഈ സിനിമ നമുക്ക് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഈ സിനിമയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഒരു പക്ക ആക്ഷൻ കോമഡി എൻ്റർടൈനർ ആയിരിക്കും. ട്രെയിലർ വന്നപ്പോൾ ആ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. ഇത് നമുക്കറിയാം, ഇതിൽ ഭയങ്കരമായ കഥയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ മമ്മൂക്കയുടെ പഴയ ഒരു കുറേയായി പുള്ളിയുടെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ കോമഡി പടം കണ്ടിട്ട്. സോ അതുതന്നെയാണെന്ന് അറിഞ്ഞ് ഉറപ്പിച്ച് തന്നെയാണ് പോയി കണ്ടത്. സിനിമ അത് തന്നെയാണ്. നമ്മുടെ ടെർബോ ജോസ് പുള്ളി ഇടുക്കിക്കാരനാണ്. പെരുന്നാളിനൊക്കെ നല്ല അടിയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല പ്രശ്നങ്ങളൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോസിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളിയുടെ ഒരു ലവിനുമായി ബന്ധപ്പെട്ട് ഒരു അടി നടക്കുകയും പോലീസ് വന്ന് പിടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ആൾ നാട് വിട്ടെന്നല്ല, ചെന്നൈക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു വില്ലൻ ഉണ്ടാവും. ഇവിടെ വില്ലൻ ഉണ്ട്, നമ്മുടെ രാജ്ബി ഷെട്ടിയാണ്. എനിക്കൊന്നും പുള്ളിക്ക് ചെയ്യാൻ പാകത്തിനൊന്നുമില്ല സിനിമയിൽ. അത്രയും വലിയൊരു വില്ലനായി തോന്നിയില്ല. എഴുത്തിൽ അത്രയും മികച്ച വില്ലനല്ല. അങ്ങാനും ഒരു വില്ലൻ, മമ്മൂട്ടിയുടെ വില്ലനാണല്ലോ. അപ്പോൾ പുള്ളി ബാങ്കിൽ സ്കാമൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ നമുക്കറിയാം, അതിലെ നമ്മുടെ കൂട്ടുകാരൻ ബാങ്കിലാണ്, കൂട്ടുകാരൻ്റെ ലവറും ബാങ്കിലാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണല്ലോ പുള്ളി അവിടെ പോയത്. അപ്പോൾ പുള്ളിക്ക് നമ്മുടെ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടി അടിയാണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം കഥ എങ്ങോട്ടാണ് പോകുകയെന്ന്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും, പുള്ളി അടിക്കും, വില്ലന്മാർ തിരിച്ചടിക്കാൻ നോക്കും. അങ്ങനെ തിരിച്ചടി അടി അങ്ങനെ അവസാനം എന്തായി എന്നുള്ളതാണ് സിനിമയുടെ കഥ. അപ്പോൾ ഈ സിനിമയുടെ കഥയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ വീക്ക്. നമുക്കത് അറിഞ്ഞുകൊണ്ട് പോയത് കൊണ്ട് പിന്നെ വലിയ പുതുമയൊന്നും തോന്നിയില്ല. പക്ഷെ ക്ലീഷേ കുറച്ചങ്ങോട്ട് കുറയ്ക്കായിരുന്നു. ഇത് അമ്മാതിരി ക്ലീഷേ ഭയങ്കര പ്രഡിക്റ്റബിളായി. മിഥുൻ മാനുവൽ തോമസിൻ്റെ എഴുത്ത് തന്നെയാണ് സിനിമയിൽ ഏറ്റവും വീക്കായിട്ട് എനിക്ക് തോന്നിയത്. ക്രിഞ്ചാണെങ്കിലും ഒരു ക്ലീഷ ആണെങ്കിലും ഒന്നും ചില സീനുകളൊക്കെ ഉണ്ട് ഇതന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് അതന്നെ വന്നിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് അത് ചില ക്ലീഷയൊക്കെ ഒഴിവാക്കാമായിരുന്നു ശരിക്കും. പിന്നെ ഫസ്റ്റ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. ഒരടി വരുന്നു, പിന്നീട് കുറേ ഈ ആക്ഷൻ കോമഡി ആണല്ലോ ജോണർ. ഇപ്പം ചില കോമഡികളുണ്ട്, ചിലത് വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിലത് നല്ല ചളിയാണ്. പിന്നെ ഇമോഷൻസ് കുറേ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ ഇമോഷണലി നമ്മൾ കണക്റ്റ് ആകുമ്പോഴാണ് ഈ സിനിമ നമുക്കൊരു പവർ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ പോകുന്നു. ബോറൊന്നും അടിച്ചില്ല എനിക്ക് പേഴ്സണലി. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് പോയത്. നമ്മൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. നമ്മൾ മമ്മൂട്ടിയുടെ കുറച്ച് ആക്ഷൻ കാണണം, എനിക്ക് അത്രയേ ഉള്ളൂ. ആ ഒരു വൈബിൽ പോയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വലിയ ബോറൊന്നും അടിച്ചില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ആണ് മമ്മൂക്കയുടെ. ഒരു ആക്ഷൻ സീൻസ് ഒക്കെ പുള്ളി, ഞാനും കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, മോഹൻലാലിനെ പോലെ അത്ര മെയ്വഴക്കത്തോടെ അല്ലെങ്കിൽ സ്റ്റൺ സീൻസ് ഒന്നും അങ്ങനെ ചെയ്യില്ല. ഈ ഒരേ നിന്നിട്ടുള്ള ഫൈറ്റ് അല്ലാതെ പുള്ളിനെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വയസ്സ് പറഞ്ഞാൽ മറ്റവൻ പറഞ്ഞ പോലെ അത് ഭയങ്കര ക്ലീശയായി പോകും, പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ഈ ഒരു ഏജിൽ ഒരു സ്റ്റൺ സീക്വൻസ് ഒക്കെ ചെയ്യാൻ മെനക്കെടുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യമാണ്. സോ അതിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് മമ്മൂക്കയ്ക്ക്. പിന്നെ നമുക്കറിയാം മമ്മൂട്ടി കമ്പനി പുള്ളി പർപ്പസ്ഫുള്ളി എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പുള്ളിയുടെ ഫാൻസിനെ ഒരു ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവിയാണ്. ഫാൻസിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലി ഓഡിയൻസിന് തീർച്ചയായും ഈ പടം ഇഷ്ടപ്പെടും. നമ്മൾ നിറയെ സിനിമകളൊക്കെ കണ്ടിട്ട് കുറച്ചിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറേ ലോജിക് മിസ്റ്റേക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബ്ലണ്ടറായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഒരു സാധാരണ ഒരു ഫാമിലി ഓഡിയൻസ് വന്ന് സിനിമ കാണുമ്പോൾ അവർക്ക് എന്താ ഫുൾ ഓൺ ഒരു തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പടം. ഞാൻ തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഫുൾ ഓൺ തിയേറ്ററിലായിരുന്നു. അപ്പോൾ നല്ല ആക്ഷനൊക്കെ വരുമ്പോൾ കൈയടിച്ച് അങ്ങനെ ആ ഒരു ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ ഒരു രസമുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഒരു തിയേറ്റർ വാച്ച് അർഹിക്കുന്ന ഒരു പടം തന്നെയാണ് ടെർബോ. ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പവറാണ്. കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് അത് അടിപൊളിയായിരുന്നു. പക്ഷെ അതിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ക്രിഞ്ചാണ്. കാരണം നമുക്കറിയാം ഈ വമ്മായി പോലീസിൻ്റെ അടുത്ത് പോകുമ്പോൾ പോലീസുകാർ അവൻ്റെ ആളായിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കായി, എല്ലാ പടത്തിലും കാണുന്നതാണ്. സോ അത് ഒഴിവാക്കായി തോന്നി. പക്ഷെ ആക്ഷൻ മിസ്സായി പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. ആക്ഷൻ കൊള്ളാം. പിന്നെ ഇതിൽ കുറേ അഞ്ജന ജയപ്രകാശ് അത്യാവശ്യം കൊള്ളാം. എനിക്ക് ശബരീഷിൻ്റെ റോള്, പുള്ളിയുടെ സുഹൃത്തായി എത്തിയ പുള്ളീൻ്റെ റോള് എനിക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് തോന്നി. എനിക്കതെന്തോ അങ്ങനെ സെറ്റായില്ല. പിന്നെ രാജ്ബി ഷെട്ടി ഞാൻ പറഞ്ഞ പോലെ പുള്ളിക്ക് ചെയ്യാൻ പാകത്തിനൊന്നുമില്ല. പിന്നെ സുനിൽ, നമ്മുടെ പുള്ളി ഇപ്പോൾ എല്ലാ പടത്തിലും
വന്നിട്ടുണ്ട്. ഒരു കാസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കുറേ പേര് കൊണ്ട് നിറച്ച പോലെ തോന്നി. കാരണം അവർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ലാത്ത ഒരു റോളുകളാണ്. പിന്നെ ബിന്ദു പണിക്കർ എടുത്ത് പറയണം, അടിപൊളിയായിരുന്നു. ചില സീനുകളൊക്കെ എന്താ പറയുക വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിലും ഒരു എന്താ പറയുക ഒരു രസമുണ്ടായിരുന്നു. ഒരു വൈബിൽ പോകുന്ന ഒരു അമ്മ ക്യാരക്ടറാണ് ബിന്ദു പണിക്കറിൻ്റെ. പിന്നെ കോമ്പിനേഷൻസിൽ വന്ന ചെറിയ ചെറിയ കോമഡികളൊക്കെ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ BGM ഞാൻ പറഞ്ഞ പോലെ ക്രിസ്റ്റോ സേവിയറിൻ്റെ നല്ല കാതടപ്പിക്കുന്ന BGM, അത് നല്ല തിയേറ്ററിൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആക്ഷൻസ് അടിപൊളിയാണ്, എഡിറ്റിംഗ് അടിപൊളിയാണ്, സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. അങ്ങനെ ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ എഴുത്ത് വളരെ പൂറാണ്. സോ വൈശാഖ് മാക്സിമം അതിൻ്റെ ഒരു മേക്കപ്പൊക്കെ ഇട്ട് ഭയങ്കര ഒരു കുട്ടപ്പനാക്കാൻ നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ആയിട്ടുമുണ്ട്. നമ്മളൊന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പോയി കാണാം. ചിലർക്ക് ഫസ്റ്റ് ഹാഫ് അത്ര പറ്റിയിട്ടുണ്ടാവില്ല. സോ സെക്കൻഡ് ഹാഫ് വാസ് ഗുഡ്, അത് മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് അടിപൊളിയാണ്. നമുക്കറിയാം ഒരു പിന്നെ വില്ലൻ ക്യാരക്ടറൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇത് പടം മൊത്തം ക്ലീശയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തം ക്ലീശയാണെന്ന് അറിയാമെങ്കിലും മാരക ക്ലീശയാക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ചിലപ്പോൾ പർപ്പസ്ഫുള്ളി അങ്ങനെ തന്നെ ഇട്ടതായിരിക്കും, കുറേ ആയില്ല എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വില്ലൻ്റെ പുള്ളിയുടെ ഡബ്ബിങ് അടക്കം ചില സിനിമയിൽ കളിയാക്കുന്ന പോലെ അവനെ കൊല്ലണം, ഞാൻ മരണമസാണ്ട എന്നൊക്കെ പറഞ്ഞ് ജനറിക് വില്ലെന്നൊന്നുമില്ല. ഒരു എല്ലാ പടത്തിലും കണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ട് മറന്നു. ഇനിയിപ്പോൾ പുതിയ പടങ്ങളൊന്നും ഇങ്ങനെ വില്ലനെ കാണാൻ കിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു വില്ലൻ ഈസ് ബാക്ക്. സോ ടർബോ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നതെന്ന് ഞാൻ പറയും. കാരണം ആ ഒരു എനർജി, ആ പവർ പാക്ഡ് എനർജി സെക്കൻഡ് ഹാഫിലെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തിയേറ്ററിൽ പോയി കാണുക, നല്ല ഫുൾ ഓഡിയൻസോടെ കാണുക. OTT കണ്ടിട്ട് പിന്നെ OTT കണ്ട മിക്കവാറും ട്രോൾ മെറ്റീരിയൽ ആകാനുള്ള കുറേ സാധനങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു തിയേറ്റർ സ്റ്റഫ് തന്നെയാണ്. മമ്മൂട്ടി കമ്പനി ഡെവർ ഡിസപ്പോയിന്റ് എന്ന് പറയാം. കാരണം ആ ഒരു ജോണറിൽ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഒരു മാസ് മസാല എൻ്റർടൈനർ എന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഗംഭീര സിനിമയും അല്ല ഇത്. അപ്പോൾ നിങ്ങൾ പോയി കാണുക. ഇത് എൻ്റെ അഭിപ്രായമാണ്. നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ആ സിനിമ കാണാൻ പോകുമ്പോൾ. പിന്നെ ആ തിയേറ്റർ ആംബിയൻസ്, നമ്മുടെ അന്നത്തെ മൂഡ് എല്ലാം ഈ ഒരു സിനിമ ആസ്വാദനത്തെ നന്നായി ബാധിക്കും തിയേറ്ററിൽ. അത് എനിക്ക് കുറേ സിനിമകളിലെ എൻ്റെ അഭിപ്രായം മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. കാരണം പിന്നീട് പക്ഷേ ഞാൻ കാണുമ്പോൾ ചില സിനിമകൾ ആദ്യം കാണുന്ന ഒരു അഭിപ്രായമായിരിക്കും നമുക്ക് രണ്ടാമത്തെ കാണുമ്പോൾ. സോ ഞാൻ ഇതിൽ പറയുകയാണെങ്കിൽ തിയേറ്റർ വാച്ചിൽ എനിക്ക് തോന്നിയത് അത്യാവശ്യം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. മമ്മൂക്കയുടെ കിട്ടില്ലൻ പെർഫോമൻസ്, അല്ലെങ്കിൽ പെർഫോമൻസ് അല്ല, ഫുൾ എനർജറ്റിക് പാക്ഡ് ആയിട്ടുള്ള ഒരു മമ്മൂക്കനെ നമുക്ക് കാണാം കുറേ നാളുകൾക്ക് ശേഷം. കാരണം പുള്ളി സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ പടങ്ങളായിരുന്നല്ലോ റീസെൻ്റായി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സിനിമകളും വരട്ടെ. നമുക്കൊരു കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് വിസിലടിച്ച് കാണണ്ടല്ലേ. സോ ടർബോ പോയി കാണുക, എൻജോയ് ചെയ്യുക.